അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഇൻആമിഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മാസത്തിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ വിശുദ്ധമായ റമളാനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി, ആ റമളാൻ ജീവിക്കുവാൻ വേണ്ടി, ആ റമളാൻ്റെ പവിത്രങ്ങൾ മനസ്സിലാക്കി അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ വേണ്ടി 2 മാസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വേളകളിലൊക്കെ നിസ്കാര സമയത്ത് ശേഷമുള്ള ദുആയിലും മറ്റുള്ള പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ നിരന്തരമായി ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്കിനി ബർക്കത്ത് ചെയ്യണമേ. അതിന് ശേഷം പറഞ്ഞത് വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ, റമളാൻ മാസത്തിലേക്ക് ഞങ്ങൾ ഇനി എത്തിക്കണമേ എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി ദുആ ചെയ്യുകയും പ്രവാചകൻ തൻ്റെ സമുദായത്തോട് ആ ദുആ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണത്? വിശുദ്ധമായ റമളാനിൽ മറ്റുള്ള 11 മാസങ്ങൾ ലഭിക്കാത്ത ഒരുപാട് ആത്മീയമായ നേട്ടങ്ങൾ ഈ റമളാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ആ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെ പ്രബോധിത സമുദായത്തിനുമൊക്കെ ഒരുപാട് ആയുസ്സുള്ളവരായിരുന്നു. 900, 800, 700, 300 ഒക്കെ ആയുസ് ഉള്ള ആളുകളായിരുന്നു അവരൊക്കെ. അതേസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമായ നമ്മെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായൊരു ആയുസ്സാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. പക്ഷേ ആ ആയുസ്സിൽ തന്നെ, ആ തുച്ഛമായ ആയുസ്സിൽ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ചില നന്മകൾ നൽകുകയും ആ നന്മകൾ ചെയ്യുമ്പോൾ ധാരാളം വർഷങ്ങൾ നന്മകൾ ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു സംവിധാനമാണ് വിശുദ്ധമായ റമളാൻ. ആ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ റമളാൻ ചെയ്യുന്ന നന്മകൾ, സ്വതക്കയാവട്ടെ, ദിക്റാവട്ടെ, സലാത്താവട്ടെ, നിസ്കാരമാവട്ടെ, ഏത് പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു നന്മ ചെയ്താൽ ധാരാളം പ്രതിഫലമാണ് ലഭിക്കുന്നത്. റമളാൻ്റെ അള്ളാഹു സുബ്ഹാനഹു തആല റമളാനിലൂടെ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായി വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. അത്രമാത്രം നന്മകളാണ് സാധുക്കളായ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല റമളാനിലൂടെ നമുക്ക് നൽകുന്നത്. ഒരു നന്മ ചെയ്താൽ ധാരാളം നന്മകൾ ചെയ്ത പ്രതിഫലമാണ്. അതേപോലെ തന്നെയാണ് വിശുദ്ധമായ റമളാൻ ഒരു രാത്രിയുണ്ട്. ആ രാത്രി ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചു മാത്രം സൽപ്രവർത്തനം ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തു കഴിഞ്ഞാൽ 1000 രാത്രികൾ നന്മ ചെയ്തതിനേക്കാൾ പുണ്യമാണ് ആ രാത്രി നന്മ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത് എന്ന് വിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, റമളാനാണ് ആദ്യമായി കടന്നു വരുന്നത്. ഈ റമളാൻ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല റമളാനിലേക്ക് നമ്മെ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വിശ്വസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ആയുസ് ലഭിച്ച റമളാനിൽ ജീവിക്കുവാനുള്ള ആയുസ് അള്ളാഹു നൽകിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത് പാപങ്ങളും ദോഷങ്ങളൊക്കെ ചെയ്തതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു 11 മാസം നാം ഒരുപാട് കാര്യങ്ങൾ ഏർപ്പെട്ടവരാണ്. അതേപോലെയുള്ള മോശമായ കാര്യങ്ങളിലൊക്കെ പരിപൂർണമായി മാറി നിന്നുകൊണ്ട് റമളാനിലേക്ക് അടുക്കുകയും ആ റമളാൻ ജീവിക്കുന്ന കാലത്തോളം സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വിശുദ്ധമായ റമളാനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് നന്മകൾ വാരിക്കോരി തരുന്നൊരു മാസമാണ് എന്ന് മനസ്സിലാക്കി നല്ലൊരു മുന്നൊരുക്കത്തോടുകൂടെ വിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ കൽപ്പനകളനുസരിച്ചുകൊണ്ട് റമളാൻ ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതുപോലെ തന്നെ വിശുദ്ധമായ റമളാനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 11 മാസങ്ങളോളം നമ്മൾ മറ്റുള്ളൊരു ജീവിത രീതിയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ ആ റമളാനിൽ
ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള 11 മാസങ്ങളിലേറെ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കി റമളാൻ മുന്നൊരുക്കം ചെയ്യേണ്ടവരാണ് നമ്മൾ. കഴിഞ്ഞ 11 മാസങ്ങളിൽ ഒരുപാട് മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം, ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ആ പാപങ്ങളൊക്കെ പുറത്തു തരുവാൻ വേണ്ടി ഈ റമളാൻ വന്നു കഴിഞ്ഞാൽ റമളാൻ്റെ ആദ്യം മുതൽക്ക് തന്നെ ചെയ്തു പോയ ദോഷങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് ഇനിയൊരിക്കലും ദോഷങ്ങൾ ചെയ്യില്ല എന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ട ഒരു സമയമാണ് വിശുദ്ധമായ റമളാൻ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. റമളാൻ വരുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട്, പാപമോചനം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അതാണ് ഒരു മുസ്ലിം ആദ്യമായി റമളാൻ ചെയ്യേണ്ട ഒരു വിഷയം. അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, റമളാനിൽ ഖുർആനുമായൊരു ബന്ധം എപ്പോഴും നമ്മൾ സ്ഥാപിക്കണം. കാരണം വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മാസമാണ് വിശുദ്ധമായ റമളാൻ. വിശുദ്ധമായ ഖുർആൻ ഇറക്കുവാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമളാൻ. അതുകൊണ്ട് തന്നെ വിശ്വസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സദാസമയം വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വിശുദ്ധമായ ഖുർആൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനക്കറിയാവുന്ന സൂറത്തുകൾ തന്നെ പലതവണ ഓതിക്കൊണ്ട് ആ ഖുർആനുമായൊരു ബന്ധം സ്ഥാപിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സ്വതക്ക മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിലേറെ ഒരുപാട് നന്മകൾ സ്വതക്കക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ മാസത്തിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധുക്കളായ ഒരുപാട് ആളുകൾ നമുക്കിൽ ജീവിക്കുന്നുണ്ട്. നമ്മളൊക്കെ സുഭിഷ്ടമായ ഭക്ഷണവും വസ്ത്രവുമെല്ലാം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിടയിൽ നമ്മുടെ അടുത്ത വീടുകളിൽ പോലും മാന്യമായ രീതിയിൽ തന്നെ നോമ്പ് തുറക്കുവാനോ അത്താഴം കഴിക്കുവാനോ ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. വിശുദ്ധമായ പെരുന്നാൾ വരുമ്പോൾ നമ്മളൊക്കെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആഘോഷിക്കുമ്പോൾ നമ്മൾക്കിടയിൽ സാധുക്കളായ ആളുകൾ കാര്യമായ വസ്ത്രം പോലും ധരിക്കാനില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ വിശുദ്ധമായ റമളാനിൽ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് റമളാനുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട വിഷയങ്ങൾ. അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധമായ റമളാനിൽ മറ്റുള്ള നാടുകളിൽ കാണാത്ത ഒരുപാട് നല്ല ആചാരങ്ങളുള്ള നാടാണ് പൊന്നാനി. പള്ളിയിലാണെങ്കിലും ഒക്കെ ധാരാളം ആളുകൾ നിസ്കരിക്കാനുണ്ടാകും. അതോടൊപ്പം തന്നെ വീടുകളും മദ്രസകളിലുമൊക്കെ ത്രാവീഹ് നിസ്കരിക്കുന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. അതേസമയം പുറത്തുള്ള നാടുകളിൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് നാടുകളിൽ പള്ളികളിൽ മാത്രം ത്രാവീഹ് നിസ്കരിക്കുന്ന സാഹചര്യം. അതേസമയം പൊന്നാനി വർഷങ്ങൾക്ക് മുന്നേ തന്നെ പരമാവധി എല്ലാ വീടുകളിലും ഒരു ഉസ്താദിനെ നിയമിച്ചുകൊണ്ട് സ്ത്രീകൾ ത്രാവീഹ് നിസ്കരിക്കുകയും മദ്രസകളിലുമൊക്കെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ആ കാര്യം നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിശദമായി ഈ ഒരു മാസത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഈ റമളാൻ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.